नमस्ते मेरे प्यारे बच्चों, आप सबको मैं സഹാര ഓൺലൈൻ ക്ലാസ് में സ്വാഗत करती हूँ. ടീച്ചറിൻ്റെ എല്ലാ മക്കളെയും സഹാര ഓൺലൈൻ ക്ലാസ്സിലേക്ക് ടീച്ചർ സ്വാഗതം ചെയ്യുകയാണ്. ടീച്ചറിന് എത്തിയിട്ടുള്ളത് 7th സ്റ്റാൻഡേർഡിലെ മക്കളുടെ ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ 7th സ്റ്റാൻഡേർഡിലെ 7ാം ക്ലാസ്സിലെ എല്ലാവരും ടെക്സ്റ്റൊക്കെ എടുത്ത് റെഡിയായിരിക്കുക. നാം ഏതുവരെയാണ് പഠിച്ചു നിർത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഇല്ലേ? 3rd യൂണിറ്റിലെ ജരൂരി ഖുറാക്ക് അല്ലേ, ഒരു ബാല ഏകാംഗിയായിരുന്നു. അതാണ് നാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ആ യൂണിറ്റിൽ തന്നെ എന്താണ്, ഒരു ലേഖുണ്ട്, ഏക് ദൗഡ് ICP എന്ന ഒരു ലേഖ്. അപ്പോൾ ആ പാഠവും അതോടൊപ്പം യൂണിറ്റ് 4, അതായത് യൂണിറ്റ് 4 ഇക്കായി 4ലെ 2 ലെസൺസ് 1 and 2 പാർട്ട് 1 और പാർട്ട് 2. പാർട്ട് 1 രാജാ കാ ദർവാസ, അതൊരു കഹാനിയാണ്. അതുപോലെ രണ്ടാമത്തെ ലെസൺ പാർട്ട് 2 തബ് യാദ് തുമാരി ആത്തി ഹെ, ഇതൊരു കവിതയാണ്. അപ്പോൾ ഈ 2 പാഠവും യൂണിറ്റ് 3ലെ ലാസ്റ്റ് ലെസണും കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 3 ലെസണും ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പാഠം ക്ലാസ്സിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അത് ശ്രദ്ധിച്ച് കാണുക. കണ്ട് നിങ്ങൾക്ക് ക്ലാസ് നന്നായിട്ട് മനസ്സിലായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ പുതിയ മക്കൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ടീച്ചർ ഇടുന്ന ക്ലാസ്സുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങൾ കയ്യിലൊരു ഷാർപ്പൺ ചെയ്ത പെൻസിൽ കൂടി എടുക്കുക. ഓക്കെ, ആപ് തയ്യാർ ഹേ? ആയിയെ മേരെ സാത്ത്. 3rd യൂണിറ്റിലെ ലാസ്റ്റ് ലെസൺ, സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് ലെസൺ, ഏക് ദൗഡ് ICP. അപ്പോൾ ഏക് ദൗഡ് ICP എന്ന് പറയുന്നത് ഒരു ലേഖാണ് അല്ലേ? അപ്പം നമുക്ക് ആ പാഠത്തിലേക്ക് നോക്കാം. അതിൽ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതെന്താണ്. കുറച്ച് വൈകല്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നു, വരിയായിട്ട് അവിടെ നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അവരവിടെ അങ്ങനെ നിൽക്കുന്നെങ്കിൽ അതിന് പിന്നിലൊരു ലക്ഷ്യം കാണും. എന്താണത്? നമുക്കൊന്ന് നോക്കാം. കൈ സാൽ പഹലെ ओलंपिक खेलों के दौरान एक विशेष दौड़ होने जा रही थी. ഏക് ദൗഡ് ICP എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ഒരു ഓട്ടം എന്നാണ്. അപ്പോൾ ഒരുപാട് വർഷം മുൻപ് ഒരു ഒളിമ്പിക് ഗെയിമിൽ എന്ത് ചെയ്തു, ഒരു വിശേഷപ്പെട്ട ഓട്ടം നടന്നു. ആ നടന്ന ഓട്ടത്തെക്കുറിച്ചാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു ലേഖായി തന്നിട്ടുള്ളത്. എന്തായിരുന്നു ആ ഓട്ടം? നോക്കൂ മക്കളെ. 100 मीटर की इस दौड़ में एक गजब की घटना हुई. അപ്പോൾ ഈ 100 മീറ്റർ ഓട്ടത്തിൽ എന്ത് സംഭവിച്ചു? ഏക് ഗസബ് കി ഘടന, ഒരു വിചിത്രമായ ഒരു സംഭവം നടന്നു. അതെന്തായിരുന്നു? 9 പ്രതിഭാഗി ശുരുവാത്ത് കി രേഖ പർ തയ്യാർ ഖടേ थे. 9 പ്രതിഭാഗിമാന് പാർട്ടിസിപ്പൻസ്, 9 പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്തു, പങ്കെടുക്കുന്ന കുട്ടികൾ ശുരുവാത്ത്, ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ രേഖാ ലൈനിൽ തയ്യാർ ഖടേത്തെ, അവർ റെഡിയായി നിൽക്കുകയായിരുന്നു. ഉൻ സഭീക്കോ കോയി ന കോയി ശാരീരിക് വികലാംഗത ഥി. നിങ്ങൾക്ക് കാണാം അവിടെ നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും എന്തുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ വികലാംഗതകൾ ഉണ്ട് ഇല്ലേ? കാണുന്നില്ലേ? തീർച്ചയായിട്ടും. സീഠി ബെജി, അപ്പോൾ ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അത്ലറ്റിൻ്റെ ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എന്ത് ചെയ്യും, വിസിൽ കേൾക്കുമല്ലോ. സീട്ടി മാനെ വിസിൽ മുഴങ്ങി. സഭി ദൗഡ് പടെ, എല്ലാവരും ഓടാൻ തുടങ്ങി. ബഹുത്ത് തേസ് തോ നഹീൻ പർ ഉന്മേ ജീതനെ കി ഹോഡ് സരൂർ തേസ് തി. വളരെയധികം സ്പീഡിലൊന്നുമല്ല, അവരുടെ കഴിവിനൊത്താണ് അവർ ഓടുന്നത്. കാരണം അവർക്ക് ഒരല്പം അംഗവൈകല്യങ്ങൾ ഉള്ളതാണല്ലേ. അപ്പോൾ അത്ര വലിയ സ്പീഡൊന്നുമല്ല. പക്ഷേ എന്താണ്, ഉന്മയും അവരിൽ ജീത്തിനേക്ക് ഹോഡ്, ജയിക്കാനുള്ള ഒരു കോമ്പറ്റീഷൻ മൈൻഡ് അവരിൽ തേസ്തി, ധാരാളം നന്നായിട്ട് ഉണ്ടായിരുന്നു. സഫി ജീത്തിനേക്ക് ഉത്സുകതാക്കി സത് ആകെ ബെഡ്, എല്ലാവരും എന്ത് ചെയ്തു, ജയിക്കാനുള്ള ആഗ്രഹത്തോടുകൂടി ആകെ ബെടെ, മുന്നോട്ട് നീങ്ങി. തബി ഏക് ഛോട്ട ലടുക്ക ഠോക്കർ കാക്കർ ലടുക്കടായ, എന്ത് ചെയ്തു, ഓട്ടാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴേക്കും അതിലൊരു കൊച്ചുകുട്ടി എന്ത് ചെയ്തു, തട്ടി, ഠോക്കർ ഖാന തട്ടി വീഴുക, തട്ടി ലടുക്കടായ എന്ത് ചെയ്തു, കാല് കുഴഞ്ഞ് വീണു.
ഗിര വീണു. ഓർ രോപട വീണ് കഴിഞ്ഞ കുട്ടി എന്ത് ചെയ്തു? രോനാ ശുരു കിയ ഉറക്കെ കരയാൻ തുടങ്ങി. उसकी आवाज सुनकर बाकी प्रतिभागी दौड़ना ചോട് ദേഖിനെ ലഗെ കി ക്യാ ഹുവ. നോക്കൂ മക്കളെ, എന്താ സംഭവിച്ചത്? നിങ്ങൾ കണ്ടിട്ടുള്ള സാധാരണ കോമ്പറ്റീഷനിൽ എന്ത് ചെയ്യുന്ന ഒരു പാർട്ടിസിപ്പൻറ്റ് വീണ് കഴിഞ്ഞാൽ കൂടെയുള്ളവർ നോക്കാനൊന്നും പോകില്ല. അവർ എത്രയും വേഗം എന്താണ് പ്രൈസ് വാങ്ങാനുള്ള തിടുക്കത്തിലായിരിക്കും. പക്ഷേ ഇവിടെ എന്താ വിചിത്രമായാണ് സംഭവിച്ചത്. ഉസ്കി ആവാസ് സുൻകർ, ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട് ബാക്കിയുള്ള കുട്ടികളെല്ലാം ദൗഡിന ചോടിനെ ലഗെ, അവരെന്ത് ചെയ്തു? ഓട്ടം ഉപേക്ഷിച്ചു. അവർ ഓട്ടമൊക്കെ നിർത്തി. കി ക്യാ ഹുവ, എന്ത് സംഭവിച്ചു എന്നറിയാനായി അവരെല്ലാം ഓട്ടം നിർത്തി. ഫിർ ഏക് ഏക് കർക്കെ വേ സബ് ഉസ് ബच्चे की मदद के लिए उसके पास आने लगा. ഫിർ എന്നിട്ട് ഏക് ഏക് കർക്കെ ഓരോരുത്തരായി, വേ സബ് അവരെല്ലാവരും, ഉസ് ബच्चे ആ കുട്ടിയുടെ മദദ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉസ്കെ പാസ് അവൻ്റെ അടുത്ത്, ആനേ ലഗെ വരാൻ തുടങ്ങി. സബ്ക്കെ സബ് ലൗട്ടായി, സബ്ക്കെ സബ് മാനെ എല്ലാവരും ആ കുട്ടിയുടെ അടുത്തെത്തി. ആരും എന്ത് ചെയ്തില്ല? ഓട്ടം കണ്ടിന്യൂ ചെയ്തില്ല. ഉസേ ദൊബാര ഖടാക്കിയ, എന്നിട്ട് എന്ത് ചെയ്തു? ദൊബാര മീൻസ് രണ്ടാമത് തവണ, നെക്സ്റ്റ് ഒരു പ്രാവശ്യം കൂടി അവരെന്ത് ചെയ്തു? ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നു. ഉസ്കെ ആൻസു പോച്ച്, ആ കരയുന്ന കുട്ടിയുടെ കണ്ണുനീര് എന്ത് ചെയ്തു? ആൻസു പോച്ചിന്റെ കണ്ണീരൊക്കെ തുടച്ചു. ധൂൽ സാഫ് കി, അവന്റെ പുറത്തൊക്കെ തട്ടിയിരുന്ന പൊടിയൊക്കെ എന്ത് ചെയ്തു? ക്ലീൻ ചെയ്തു. വീണതല്ലേ. എന്നിട്ടോ ലഡ്കിക്ക് ദശ ദേഖ്, കുട്ടിയുടെ അവസ്ഥ കണ്ട് ഏക്ക് ബച്ചീനെ ഉസെ അപ്പിനെ ഗലേസെ ലേഖാലിയ, ഒരു കുട്ടി എന്ത് ചെയ്തു? അവനെ എന്ത് ചെയ്തു? തൻ്റെ തോളിലോട് ചേർത്ത് പിടിച്ചു, അവനെ ആലിംഗനം ചെയ്തു. ഓർ ഉസെ പ്യാർസെ ചൂംലിയ, എന്നിട്ട് അവനെ എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. എന്നിട്ടോ കത്തേ ഹുയേക്ക്, ഇത് പറഞ്ഞു. അബ് ടീക്ക് ഹോ ജായേക, ഇനി എല്ലാം നേരെയാവും കേട്ടോ എന്ന് പറഞ്ഞു. അതായത് വിഷമിക്കൊന്നും വേണ്ട, ഇനി കരയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം നേരെയാവും എന്ന് ആ കുട്ടി പറഞ്ഞു. ഫിർത്തോ, എന്നിട്ട് എന്താ ചെയ്തതെന്ന് നോക്കൂ മക്കളെ. ഫിർത്തോ സാരേ ബച്ചോനെ ഏക് ദൂസരേ കാ ഖാത്ത് പകട, എന്നിട്ട് എല്ലാ കുട്ടികളും എന്ത് ചെയ്തു? ഏക് ദൂസരേ കാ ഖാത്ത്, ഓരോരുത്തരുടെയും കൈകൾ കോർത്തു പിടിച്ചു. അതാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. എല്ലാവരും പരസ്പരം കൈകോർത്തു പിടിച്ചു. എന്നിട്ടോ അവർ സാത്ത് മിൽക്കർ ദൗഡ് ലഗായി, ഒരുമിച്ച് ഓടാൻ തുടങ്ങി. അതായത് അവരിൽ ഒരാൾ വീഴുന്നത് അവരാരും ഇഷ്ടപ്പെടുന്നില്ല അല്ലേ. അപ്പോൾ അത്രയും ഉള്ളിലാണ് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ എന്ത് ചെയ്തു? അവർ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ഓടാൻ തുടങ്ങി. സബ് അന്തിം രേഖാ തക് ഏക് സാത്ത് പൗഞ്ച് ഗയേ, ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചാൽ എന്ത് സംഭവിക്കും? എല്ലാവരും ഒരേ സമയം ഒന്നുപോലെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തി. അന്തിം രേഖ മാനെ ഫിനിഷിംഗ് ലൈനിൽ എത്തി. ദർശക് മന്ത്രമുക്ത് ഹോക്കർ ദേഖ്തേ രഹേ, എല്ലാ കാണികളും എന്ത് ചെയ്തു? അത്ഭുതപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ആ ഒരു ഓട്ടം എങ്ങനെയാണ്? കൈകോർത്ത് പിടിച്ചുള്ള ഓട്ടവും ഒരുമിച്ച് അവിടെ ഫിനിഷിംഗ് ലൈനിൽ എത്തുന്നതും ഒക്കെ എല്ലാ കാണികളും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സവാൽ കെ സാത്തേക്ക് സബ് ഏക് സാത്ത് ബാജി ജീത്ത് ചുകെ ഹെ, അവരുടെ മനസ്സിൽ ഈ ചോദ്യവുമുണ്ട്. എന്താണ്? എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ബാജി ജീത്ത് ചുകെ ഹെ, ഈ കോമ്പറ്റീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ വിക്ടറി നേടിയിട്ടുണ്ട്, വിജയം നേടിയിരിക്കുന്നു. ഇൻമേ സെ കിസിക്കോ സ്വർണ്ണ പദക് കൈസേ ദിയാ ജാ സക്താ ഹെ, ഒരുമിച്ച് വന്ന ഇവരിൽ ഒരാൾക്കല്ലേ സ്വർണ്ണ മെഡൽ. സ്വർണ്ണ പതക് മാനെ സ്വർണ്ണ മെഡൽ കൊടുക്കാൻ സാധിക്കും. ഇതിൽ ആർക്ക് സ്വർണ്ണ മെഡൽ കൊടുക്കും? നിർണായകോംനെ, അവിടെ നിന്നിട്ടുള്ള എന്താണ് ജൂറികളല്ലേ. അപ്പോൾ ഒരു ഓട്ടത്തിന് എന്താണ് അതിന് ആ കോമ്പറ്റീഷൻ അസസ് ചെയ്യുന്ന ജൂറികൾ കാണും അല്ലേ, ജഡ്ജസ് നിർണായകോനെ, ആ ജഡ്ജസ് സബുക്കോ സ്വർണ്ണ പതക് ദേക്കർ സമസ്യ കാ ശാൻദാർ ഹൽ ടൂണ്ടിൽ നികാല. എന്താ അവർ ചെയ്തത് മക്കളെ? ഈ സമസ്യ, ഈ പ്രോബ്ലത്തെ അവരെന്ത് ചെയ്തു? ഒരു പ്രത്യേക രീതിയിൽ തന്നെ വളരെ ശാന്തർ, വളരെ ഗ്രാൻഡായിട്ട് തന്നെ ഹൽ ടൂണ്ടിനെ സോൾവ് ചെയ്തു. എങ്ങനെ സോൾവ് ചെയ്തു? സബുക്കോ സ്വർണ്ണ പതക് തേക്കർ, എല്ലാവർക്കും ആ
മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്വർണ്ണ മെഡൽ കൊടുത്തുകൊണ്ട് ആ ഒരു പ്രോബ്ലം അവിടുത്തെ ജൂറികർ ആ ജഡ്ജസ് ആ പ്രശ്നം സോൾവ് ചെയ്തു. സബ് ഏക് സാത്ത് വിജയി ഇസ്ലിയെ ഹുയേക്ക്, എല്ലാവരും ഒരുമിച്ച് വിജയികളായത് എങ്ങനെയാണ്? ഉസ് ദിൻ ദോസ്തി കാ അനോഖാ ദൃശ്യ ദേഖ് ദർശകോം കി താലിയാം തമനെ കാ നാം നഹീ ലേ രഹി ഥി. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു അനോഖാ ദൃശ്യ, അമൂല്യമായ ഈ ഒരു കാഴ്ച കണ്ട് കൈകൊട്ടിയിരുന്ന കാണികൾ എന്ത് ചെയ്തിന്? അവരുടെ കരഘോഷം നിന്നതേയില്ല. അപ്പം അത്രത്തോളം എല്ലാവരുടെയും മനസ്സിനെ പിടിച്ചടക്കിയ ഒരു സംഭവമായിരുന്നു എന്താണ് ഏക് ദൗഡ് ICP എന്ന ലേഖിലൂടെ നിങ്ങളുടെ അടുക്കലേക്ക് എത്തിച്ചത്. അപ്പം നന്നായിട്ട് കഥ പോലെ തന്നെയാണ് ഈ ലേഖ്. നിങ്ങൾക്ക് എല്ലാ പേർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ടീച്ചർ കരുതുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത ഇക്കായി ചാറിലേക്ക് പോകാം. നോക്കൂ മക്കളെ, ഇക്കായി ചാറിലെ ഫസ്റ്റ് ലെസൺ രാജാക്ക ദർവാസ. അപ്പം ഇത് നോക്കൂ മക്കളെ, സുബീർ ശുക്ല ഇവിടെ എഴുതിയിട്ടുണ്ട്. സുബീർ ശുക്ലയുടെ എന്താണ് ഒരു കഹാനിയാണ്. അപ്പം സുബീർ ശുക്ലയുടെ ഒരു ചെറുകഥയാണ് രാജാക്ക ദർവാസ. അപ്പം അതുപോലെ ഈ യൂണിറ്റിൽ നരേഷ് ത്രിപാഠിയുടെ ഒരു കവിതയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വളരെയധികം ഇഷ്ടപ്പെടും, നിങ്ങളെ ഒരല്പം ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് സുബീർ ശുക്ല എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കഥ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം. ഏക് ഥാ രാജ ഉസ്നെ ചാഹാ കി ഉസ്കെ മഹൽ മേ ഏക് ഐസാ ദർവാസ ഹോ ജിസ്സെ സിർഫ് വഹി ഖുസ് പായെങ്കെ. രാജാക്ക ദർവാസ എന്നാണ് കഥയുടെ പേര്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം അല്ലേ? ഇപ്പോൾ നമുക്കറിയാം കായും കേയും കീയുടെ ഒക്കെ പ്രയോഗം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ രാജാക്ക ദർവാസ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാവിൻ്റെ വാതിൽ എന്നാണ് അല്ലേ? അപ്പോൾ നോക്കൂ മക്കളെ, രാജ ഒരു രാജാവ് ഉണ്ടായിരുന്നു. കഥ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ? ഉസ്നെ ചാഹ, അദ്ദേഹം എന്താ ആഗ്രഹിച്ചത്? ഉസ്കെ മഹൽ മേ ഏക് ഐസാ ദർവാസ ഹോ ജിസ്സെ സിർഫ് വഹി ഖുസ് പായേ. അദ്ദേഹത്തിൻ്റെ മഹൽ കൊട്ടാരത്തിൽ അദ്ദേഹം ഇങ്ങനെ ആഗ്രഹിച്ചു. എന്തായിരുന്നു? കി ഉസ്കെ മഹൽ മേ, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഏക് ഐസാ ദർവാസ ഹോ, ഇതുപോലെയുള്ള ഒരു കവാടം, ഒരു എൻട്രൻസ്, ഒരു ഡോറ് വേണം. എന്താണത്? ജിസ്സെ, അതിലൂടെ സിർഫ് വഹി ഖുസ് പായേ, അതിലൂടെ സ്വന്തമായിട്ട് രാജാവിന് മാത്രം പ്രവേശിക്കാൻ സാധിക്കാവൂ. കോയി ഓർ നഹി, മറ്റാർക്കും പ്രവേശിക്കാൻ സാധിക്കരുത്. അങ്ങനെയുള്ള ഒരു ഡോർ, ഒരു കവാടം വേണം, ഒരു ദർവാസ വേണം എന്ന് രാജാവ് ആജ്ഞാപിച്ചു. ഉസ്നെ അപ്നെ മന്ത്രി സെ കഹ, ഇതായിരുന്നു രാജാവിൻ്റെ ആഗ്രഹം. രാജാക്കന്മാർക്ക് ആഗ്രഹം വന്നാൽ ഉടനെ മന്ത്രിമാരോട് പറയൂ അല്ലേ? അതുപോലെ ഇവിടെയും രാജാവ് മന്ത്രിയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഓർഡർ ഇട്ടു, ആജ്ഞാദിയ. ക്യാ मुझे एक ऐसा दरवाजा बनाकर दो जो मेरी ही शक्ल देखने पर खुले, ताकि उससे सिर्फ मैं ही घुस पाऊं, कोई और नहीं. നോക്കൂ, എനിക്ക് മുझे एक ऐसा दरवाजा बनाकर, എനിക്ക് ഒരു ഇതുപോലെയുള്ള ഒരു ഡോർ ഉണ്ടാക്കി, ജോ എങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ഡോർ ഉണ്ടാക്കി, തരൂ. അതെങ്ങനെയുള്ളതാണ്? ജോ മേരിഹി ശക്കൽ, എൻ്റെ രൂപം എൻ്റെ രൂപം കാണുമ്പോൾ എന്ത് ചെയ്യണം? ഖുലെ, ഓപ്പൺ ചെയ്യണം. താക്കി, എങ്ങനെ? ഉസ്സെ സിർഫ് മെയിം ഹി ഖുസ്പാവ്, അതിലൂടെ എനിക്ക് മാത്രം പ്രവേശിക്കാം. കോയി ഓർ നഹി, മറ്റാർക്കും പ്രവേശിക്കാനും പാടില്ല. ഓക്കെ, നല്ല നിർദ്ദേശമാണ് അല്ലേ? മന്ത്രി പറഞ്ഞാൽ മന്ത്രി ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല, അതുപോലെ ചെയ്തേ പറ്റൂ. മന്ത്രിനെ ഏക ഐസാഹി ദർവാസ ബൻവായ, മന്ത്രി അതുപോലെയുള്ള ഒരു ഡോർ ഉണ്ടാക്കി കൊടുത്തു. തബ് രാജാനെ സബ്കോ ബുലാക്കർ കഹ, വീണ്ടും രാജാവ് എന്ത് ചെയ്തു? എല്ലാ ആൾക്കാരെയും വിളിച്ചു പറഞ്ഞു. ഹേ കോയി ജോ ഖുസ് സക്താ ഹേ ഇസ് ദർവാസേ സേ, ഇനി ആർക്കെങ്കിലും ഈ ഡോറിലൂടെ പ്രവേശിക്കാൻ സാധിക്കുമോ? അതായത് ഇതിന് എനിക്ക് മാത്രമല്ലേ കഴിയുള്ളൂ എന്ന അഹങ്കാരത്തോടു കൂടി രാജാവ് പറയുകയാണ്. അപ്പോൾ എന്താ മക്കളെ സംഭവിച്ചത്? ഏകാത്മിയായ ഒരു മനുഷ്യൻ അവിടെ വന്നു.
ഉസ്കെ ഹാത്ത് മേ രാജാ കി തസ്വീർ ഥി. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? രാജാവിന്റെ തസ്വീർ. തസ്വീർ മാനെ ചിത്രം. രാജാവിന്റെ ചിത്രം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താ ചെയ്തത്? തസ്വീർ മേ രാജാ കി ശക്കൽ ദേക്കർ ദർവാസ ഖുൽ ഗയ. നേരെ ഈ ചിത്രം ആ ഡോറിന്റെ അടുത്തോട്ട് കൊണ്ടുപോയി ചിത്രം കണ്ടത് എന്ത് ചെയ്തു? ആ ദർവാസ ഖുലാദിയ. ദർവാസ എന്ത് ചെയ്തു? ഡോർ എന്ത് ചെയ്തു? ആ ഓപ്പൺ ആയി. രാജാ ഗുസ്സേ മേ ബാൽ ഖീഞ്ചിത്താ രഹേ. രാജാവ് എന്ത് ചെയ്തു? ദേഷ്യം കൊണ്ട് തലയിലൊക്കെ പിടിച്ച് എനിക്ക് ഇങ്ങനെ രാജാവിന് അത്രയ്ക്ക് ദേഷ്യം. തനിക്ക് മാത്രം പ്രവേശിക്കാമെന്ന് കരുതിയൊക്കെ ഉണ്ടാക്കിയെടുത്തപ്പോൾ എന്താണ്, അയാൾ ഒരു ചിത്രവും കൊണ്ടുവന്ന് എന്ത് ചെയ്തു? അവിടെ ചിത്രത്തിൽ കാണിച്ചപ്പോഴേക്കും ഡോർ എന്ത് ചെയ്തു? ഓപ്പൺ ആയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വീണ്ടും അസ്തമിച്ചു. എന്നിട്ട് അവിടെ നിന്നോ? ഇല്ല. രാജാനെ മന്ത്രി സേ കഹ. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, മുझे एक ऐसा दरवाजा बना कर दो जो सिर्फ मेरी ही आवाज से खुले. എനിക്കിതാ ഇതുപോലൊരു ഡോർ പെട്ടെന്ന് ഉണ്ടാക്കി തരും. എങ്ങനെയായിരിക്കണം? എൻ്റെ ആവാസ്, മെരികി ആവാസ്, എൻ്റെ സൗണ്ട് കേൾക്കപ്പോൾ അത് ഓപ്പൺ ആകണം. മന്ത്രിനെ ഐസെ ദർവാസ ബൻവായ. മന്ത്രി എന്ത് ചെയ്തു? അത് കേട്ടപ്പടി അനുസരിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? അതുപോലെ ഒരു ഡോർ ഉണ്ടാക്കി കൊടുത്തു. രാജാനെ ഫിർ സബ്കോ ബുലാക്കർ പൂച്ച. എന്നിട്ട് വീണ്ടും രാജാവ് എന്ത് ചെയ്ത്? എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, ഹേ കോയി ജോ ഹുസക്താ ഹേ ഇസ് ദർവാസേ സേ. ഇനി ആർക്കെങ്കിലും ഈ ഡോറിലൂടെ പ്രവേശിക്കാൻ സാധിക്കുമോ? വഹി ആത്മീയായ. വീണ്ടും അതേ മനുഷ്യൻ, ആദ്യം വന്ന മനുഷ്യൻ വീണ്ടും വന്നു. ഉസ്നെ രാജാക്കോ ബഹുത് ठंडा പാനി പിലായ. എന്ത് ചെയ്തു? അദ്ദേഹം രാജാവിന് വളരെയധികം തണുത്ത വെള്ളം കൊടുത്തു. അത് കുടിക്കാൻ പറഞ്ഞു. രാജാവിനോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ആ തണുത്ത വെള്ളം കുടിച്ചു. ഫിർ കഹ. എന്നിട്ട് പറഞ്ഞു, അഗർ മൈ ഇസ് ദർവാസെ സെ നഹീ ഘുസ് സക്താ തോ രാജാ ഭി നഹീ ഘുസ് സക്താ ഹെ. എന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? എനിക്ക് ഈ ഡോറിൽ കൂടെ പ്രവേശിക്കാൻ സാധിക്കില്ല എങ്കിൽ രാജാവായ താങ്കൾക്കും ഇതിലൂടെ പ്രവേശിക്കാൻ സാധിക്കില്ല. നല്ല തണുത്ത വെള്ളമൊക്കെ കൊടുത്തിരിക്കുകയാണ്. ആകെ ക്യാ ഹോ ഗയാ ദേഖിയേ ബച്ചോം. ടണ്ടേ പാനി സേ രാജാ കാ ഗല ഖരാബ് ഹോ ഗയ. തണുത്ത വെള്ളം കുടിച്ചപ്പോൾ രാജാവിൻ്റെ കഴുത്ത് എന്ത് ചെയ്തു? തൊണ്ട എന്ത് ചെയ്തു? ഖരാബ് ഹോ ഗയ. തൊണ്ട ഇടറി. ഉസ്കി ആവാസ് ഹി നിഹി നികലി. അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ശബ്ദം പുറത്തേക്ക് വന്നില്ല. തൊണ്ട അടച്ചപ്പോൾ എന്ത് ചെയ്തു? ശബ്ദത്തിനും ചേഞ്ച് ഉണ്ടായി. ശബ്ദം പുറത്തേക്ക് വന്നില്ല. രാജാഫി ദർവാസേസെ അന്തർ നിഹി ജാപ്പ. രാജാവിൻ്റെ പഴയ സൗണ്ട് കേട്ടാലല്ലേ ഡോർ ഓപ്പൺ ആവൂ. ഇത് ഡോർ ഇട്ട് ഓപ്പൺ ആയതുമില്ല. അപ്പോൾ അയാൾക്ക് വന്ന ആ മനുഷ്യനും കയറാൻ പറ്റൂല, അതുപോലെ രാജാവിനും കയറാൻ പറ്റാതെയായി. വഹ് ഗുസ്സേസെ കൂതുത്താ രഹയോ. ദേഷ്യം കൊണ്ട് ചാടാൻ തുടങ്ങി. എന്താണ്? തനിക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എന്ന് വന്നപ്പോൾ രാജാവിനാകെ ദേഷ്യമായി. ഫിർ രാജാനെ ഐസാ ദർവാസ ബൻവായ ജോ സിർഫ് ഉസ്കി ജൂത്തോം ഹി ആഘഡ് സെ ഹി ഹുലെ. വീണ്ടും രാജാവ് ഒട്ടും പിന്നോട്ട് പോയില്ല. രാജാവ് എന്താ ചെയ്തത്? ഐസാ ദർവാസ ബൻവായ. മന്ത്രിയെ കൊണ്ട് അടുത്ത ഡോർ ഉണ്ടാക്കി. അതെങ്ങനെയായിരുന്നു? ഉസ്കി ജൂത്തോം കി ആഹട്ട്. അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകളുടെ ആഹട്ട് സൗണ്ട് കൊണ്ട് തുറക്കുന്ന രീതിയിലുള്ള ഡോർ. ലേക്കിൻ ഉസ് ആത്മീനെ ജമീൻ പർ കാലീൻ ബിച്ചാ ദിയ. എന്നാൽ എന്ത് ചെയ്തു? അയാൾ എന്ത് ചെയ്തു? അവിടെ തറയിൽ ഒരു കാർപ്പറ്റ് അങ്ങ് വിരിച്ചു. അപ്പോൾ എന്താ സംഭവിച്ച? പിന്നെ നമ്മൾ ആ തറയിൽ എന്തെങ്കിലും ഇട്ടിട്ട് അതിൽ ചെരുപ്പിട്ട് ചവിട്ടിയ സൗണ്ട് കേൾക്കോ മക്കളെ? ഇല്ല, സൗണ്ട് കേൾക്കില്ല. കാർപ്പറ്റ് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് ചെരുപ്പിട്ട് ചവിട്ടിയ സൗണ്ട് കേൾക്കില്ല. സൗണ്ടിൻ്റെ ആ ഒരു പ്രകമ്പന, ആ ഒരു വലിയ നോയ്സ് അവിടെ ഉണ്ടാകില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അയാൾ അവിടെ എന്ത് ചെയ്തത്? കാലീൻ ബിച്ചാദിയ, കാർപ്പറ്റ് വിരിച്ചത്. അപ്പോൾ എന്താണ്? ജൂസേസ് ആഹട്ട് ഹി നെഹീൻ തുനെ. അപ്പോൾ രാജാവ് അതിൻ്റെ പുറത്ത് എന്ത് ചെയ്തു? ജൂത്തയിട്ട് ചെരുപ്പിട്ട് ശബ്ദം അദ്ദേഹത്തിൻ്റെ കാലുകൾ പതിച്ചപ്പോൾ സൗണ്ട് ഉണ്ടായില്ല. അപ്പോൾ ഡോർ ഓപ്പൺ ആയോ? ഇല്ല, ഡോർ ഓപ്പൺ ആയില്ല. രാജാനെ മന്ത്രി സേ കഹ മുझे एक ऐसा दरवाजा बना कर दो जो सिर्फ मेरी ही शरीर की गंध से खुले. വീണ്ടും രാജാവ് നിർത്തിയില്ല. വീണ്ടും മന്ത്രിയോട് അടുത്ത ഓർഡർ ഇട്ടു. എനിക്ക് ഇങ്ങനെ ഒരു ഡോർ വേണം. എങ്ങനെയുള്ള ഡോറ്? മേരി ഹി ശരീർ കി ഗന്ധ്. എൻ്റെ ശരീരത്തിൻ്റെ അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ ഓപ്പൺ ആകണം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞ ഉടനെ വീണ്ടും മന്ത്രി എന്ത് ചെയ്തു? അടുത്ത ഡോർ ഉണ്ടാക്കി കൊടുത്തു. ലേക്കിൻ ഈസ് ബാർ
ഫിർ വഹി ആത്മീ ആയ. അപ്പോൾ വീണ്ടും ആ പഴയ മനുഷ്യൻ വീണ്ടും അവിടെ എത്തി. എന്നിട്ടോ എങ്ങനെയാ വന്നത് നോക്കൂ മക്കളെ. രാജാക്കെ പഹനെ ഹുയെ കുച്ച് കപ്പടെ ഖാത്മേ ഉടാക്കർ ദർവാസെ കി പാസ് ലേ ഗയാ തോ ദർവാസ കുൽ ഗയാ. എന്താ സംഭവിച്ചത്? അയാളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? രാജാവ് ധരിച്ചിട്ട് ഇട്ടിരുന്ന വസ്ത്രം ഉണ്ടായിരുന്നു. അതെടുത്ത് അയാൾ കയ്യിൽ ഇട്ടുകൊണ്ടാണ് ഡോറിനടുത്തേക്ക് പോയത്. ആ വസ്ത്രത്തിൽ രാജാവിൻ്റെ സ്മെല്ലുണ്ടല്ലേ, ആ സ്മെല്ലടിച്ച ഡോർ എന്ത് ചെയ്തു? ഓപ്പൺ ആയി. വീണ്ടും രാജാവ് തോറ്റു അല്ലേ. ഫിർ ഫിർ ആകെ ക്യാ ഹുവാ. ഇത് നിങ്ങളോടാണ് ആ ചോദ്യം കേട്ടോ. ഫിർ പിന്നെ 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 എന്താ ഉണ്ടായത്? ഉൻ ദിനോം കാ മുക്കാബല ന ജാനെ കബ് തക്ക് ചൽത്താ രഹ. ഉൻ ദോനോം അവർ തമ്മിലുള്ള, രാജാവും ആ മനുഷ്യനും തമ്മിലുള്ള മുക്കാബല കോമ്പറ്റീഷൻ മത്സരം എന്ത് ചെയ്തു? ന ജാനെ അറിയില്ല, കബ് തക്ക് ഏതുവരെ, ചൽത്താ രഹ ഏതുവരെ നടന്നു എന്നറിയില്ല. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. മുച്ചേത്തോ യഹീൻ തക്ക് കി ഘടനാക്ക പതാഹെ. എനിക്ക് ഈ സംഭവത്തിൽ ഇതുവരെയുള്ള കഥ മാത്രമേ എനിക്ക് പതാഹെ അറിയാവൂ. ആകേക്ക് ബാരേം ഇനിയുള്ള കാര്യം അബ് തുമേം ഹി സോച്ചക്കർ ബദാന ഹോക. ഇനിയുള്ള കാര്യം നിങ്ങൾ തന്നെ ചിന്തിച്ച് പറയേണ്ടതുണ്ട്. തോ ബദാവോ ഫിർ ആകെ ക്യാ ഹുവാ ഹോക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു പറയൂ, ഇനി എന്താ സംഭവിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളായ കുട്ടികൾക്ക് ഒത്തിരി ഇനി ഈ കഥ വീണ്ടും ദീർഘിപ്പിച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു അവസരം തന്നുകൊണ്ടാണ് നമ്മുടെ കഹാനിക്കാർ എന്ത് ചെയ്യുന്നത്? ഈ ലെസൺ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നന്നായി രസിച്ചല്ലോ എല്ലാവർക്കും. ഇനി എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ഒന്ന് എഴുതി നോക്കൂ. ഓക്കെ, अब हम नेक्स्ट लेसन की ओर चलते हैं. एक कविता है, आइए मेरे साथ. നോക്കൂ മക്കളെ. തബ് യാദ് തുമാരി ആത്തി ഹേ അല്ലെ കവിത. ആരാണത്? രാം നരേഷ് ത്രിപാഠിയുടെ കവിതയാണ്. രാം നരേഷ് ത്രിപാഠി 1881 ജനിച്ചു. 1962 അദ്ദേഹത്തിൻ്റെ മൃത്യു ഹോഗി. എവിടെയായിരുന്നു? ഉത്തർപ്രദേശിക്ക് സുൽത്താൻപൂർ ജില്ലയ്ക്ക് കോയരിപൂർ ഗാവ് മേ ജന്മു. ഉത്തർപ്രദേശിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. കവിതാവും കെ അലാവ, കവിതകൾക്ക് പുറമെ ഉപന്യാസം, നാടകവും, ആലോചന ഓർ ബാലസാഹിത്യക്ക് രചനാക്കി. ഉപന്യാസം, നോവലും നാടകവും അതുപോലെ പല സാഹിത്യ കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ബാലസാഹിത്യത്തിനും അദ്ദേഹത്തിൻ്റെ രചനകളുണ്ട്. പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് മക്കളെ? മിലൻ, പഥിക്, സ്വപ്ന് തഥാ മാനസി. അപ്പം മിലൻ, പഥിക്, സ്വപ്ന തഥാ മാനസി ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം എന്താണ് രാം നരേഷ് ത്രിപാഠിയെ കുറിച്ച് ഒരു ചെറിയ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി. വലിയ കാര്യങ്ങൾ വിശദീകരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ രാം നരേഷ് ത്രിപാഠി ആരാണ്, എന്താണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി നമുക്ക് കവിതയിലേക്ക് പോകാം. തബ് യാദ് തുമാരി ആത്തി ഹേ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളെ ഓർക്കുന്നു. എപ്പോൾ? ഓരോ സമയം വരുമ്പോഴും നിങ്ങളെ ഓർക്കുന്നു എന്നാണ് ഈ കവിതയുടെ പേര്. അപ്പോൾ ഓരോ സമയങ്ങൾ എപ്പോഴാണ് ഓർക്കുന്നതെന്ന സമയങ്ങളായിരിക്കും ഈ കവിതയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എപ്പോഴൊക്കെയാണ് ഓർക്കുന്നതെന്ന്. നോക്കൂ മക്കളെ. ജബ് बहुत सुबह चिड़िया उड़कर कुछ गीत खुशी के गाती हैं. जब बहुत सुबह चिड़िया उड़कर कुछ गीत खुशी के गाती हैं. कलियां दरवाजे खोल खोल जब दुनिया पर मुस्काती है. खुशबू की लहरें जब घर से बाहर आ दौड़ लगाती हैं. हे जग के सिरजनहार प्रभु तब याद तुम्हारी आती है. നോക്കൂ, അതിൽ ലാസ്റ്റിൽ വരുന്ന എന്താണ്? തബ് യാദ് തുമാരി ആത്തി ഹേ അല്ലെ. അപ്പൊ സിറ്റുവേഷൻ പറയുന്നു, ആ ഓർമ്മ പുതുക്കുകയാണ്. എന്താണ് പറയുന്നത്? ജബ് ബഹുത് സുബഹ ചിടിയാ ഉഡ്കർ കുച്ച് ഗീത് ഖുശി കെ ഗാത്തി ഹേ.
നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, രാവിലെ ചിലപ്പോൾ അങ്ങനെ ഉറങ്ങി കിടക്കുമ്പോഴൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കിളികളുടെ ശബ്ദം കേൾക്കുന്നത് അല്ലേ. അപ്പോൾ കിളികൾ എന്താ മക്കളെ ചെയ്യുന്നത്, ആ പ്രഭാതത്തെ വരവേൽക്കുകയാണ് അല്ലേ. അവ എപ്പോഴും രാവിലെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കറിയാം ആ പ്രഭാതത്തെ കിളികൾ വരവേൽക്കുകയാണ്. ജബ് ബഹുത് സുബഹ് ചിടിയാം ഉടുക്കർ, ബഹുത് സുബഹ് മാനെ ആ വളരെ നേരത്തെ ചിടിയാം പക്ഷികളൊക്കെ ഉണർന്ന് കൊച്ചു ഗീത് എന്ത് ചെയ്യുന്നു, പാട്ട് പാടുന്നു. അത് എങ്ങനെയാണ്, കരഞ്ഞുകൊണ്ടാണോ പാടുന്നത്? നോ അല്ല, നെഹി കേസേ ഗാത്തി ഹൈ ഖുശി കെ സാത്ത് അല്ലേ, സന്തോഷത്തോടു കൂടിയാണ് അവർ മധുരമായി പാടുന്നത്. കലിയ ദർവാസെ ഖോല് ഖോല് ജബ് ദുനിയാ പർ മുസ്കാത്തി ഹേ. അപ്പൊ അതുപോലെ കലിയാം എന്താ മക്കളെ, ആ മുട്ടുകൾ, പൂമുട്ടുകൾ എന്ത് ചെയ്യുന്നു, പൂമുട്ടുകൾ ഈ സൂര്യൻ്റെ ഈ രശ്മികൾ ഇങ്ങനെ ശരീരത്തേക്ക് അങ്ങോട്ട് തട്ടുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു, പൂമുട്ടുകൾ അങ്ങനെ സുന്ദരിയായിട്ട് എന്ത് ചെയ്തു, വിടർന്ന് ലോകത്തെ നോക്കി ചിരിക്കുന്നു അല്ലേ. മുട്ട എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ പൂവായി വിരിഞ്ഞ് ലോകത്തെ നോക്കി ചിരിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് കവി പറഞ്ഞിരിക്കുന്നത്. കലിയാൻ ദർവാസെ കോൽ കോൽ, പൂമുട്ടുകൾ എന്ത് ചെയ്യുന്നു, ദർവാസെ ഡോറൊക്കെ തുറന്ന് കോൽ ഓപ്പൺ ചെയ്ത് ദുനിയാ പർ മുസ്കാത്തി ഹെ, ദുനിയാ പർ ലോകത്തെ നോക്കി അങ്ങനെ ചിരിക്കുന്നു. അതായത് മുട്ട് വിരിഞ്ഞ് പൂവാകുന്നു എന്നുള്ള ഒരു ചെറിയ കാര്യത്തെയാണ് കവി എന്ത് ചെയ്യുന്നു, കവിയുടെ ഭാഷയിലൂടെ നമ്മിലേക്ക് പറയുന്നത് അല്ലേ. എത്ര മനോഹരമായ വരികളാണ് ആ പൂക്കൾ വിരിയുന്നതിന് രാം നരേഷ് ത്രിപാഠി പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്നിട്ടോ खुशबू की लहरें जब घर से बाहर ആ ദൗഡ് ലഗാത്തി ഹേ, എന്ത് ചെയ്യുന്നു, പൂ വിരിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, പൂവിൻ്റെ മണം പരക്കും അല്ലേ. ആ മണമാകുന്ന ലഹരെ, മണവാകുന്ന ലഹരെ വേവ്സ് എന്ത് ചെയ്യുന്നു, ജബ് ഖർസേ ബാഹർ ആ ദൗഡ് ലഗാത്തി ഹേ, വീടിന് പുറത്തേക്കും, അതായത് നമ്മുടെ വീടിന് ചുറ്റും പുറത്തോട്ടൊക്കെ അതങ്ങ് വ്യാപിക്കുന്നു, സ്പ്രെഡ് ചെയ്യുന്നു അല്ലേ. അപ്പൊ ഇവയെല്ലാം ഹേ ജഗ് കെ സെരജിനാഹർ പ്രഭു, ഈ ജഗ്, ഈ ജഗ് മാനെ ജഗത്ത്, ഈ ലോകത്തിന്റെ സൃജൻഹാർ ആരാണ്, സൃഷ്ടാവ്, നമ്മുടെ ഈ ലോകം സൃഷ്ടിച്ച പ്രഭു. തബ് ത്യാദ തുമാരി ആത്തി ഹേ, ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവമേ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അങ്ങയെ ഓർത്തു പോകുന്നു. കാരണം ഈ പ്രകൃതിയിലെ ഇത്രയും നയന മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ ഞാൻ അറിയാതെ ഈ ലോകം സൃഷ്ടിച്ച അങ്ങയെ ഞാൻ ഓർത്തു പോകുന്നു എന്നാണ് കവി പറയുന്നത് അല്ലേ. അപ്പൊ ഈ ലൈൻസ് ഒന്ന് നോക്കൂ മക്കളെ. ജബ് ബഹുത് സുബഹ് ചിടിയാം ഉഡ്കർ കുച്ച് गीत खुशी के गाती हैं, कलियां दरवाजे खोल खोल जब दुनिया पर मुस्काती हैं, खुशबू की लहरें जब घर से बाहर आ दौड़ लगाती हैं, हे जग के सिरजनहार प्रभु तब याद तुम्हारी आती है. ഇനി എപ്പോഴാണ് വീണ്ടും ദൈവത്തെക്കുറിച്ച് ഓർക്കുന്നത് നമുക്ക് നോക്കാം. ചുപ് ചാപ് ചമക്തേ താരോം കി മഹ്ഫിൽ ജബ് രാത് സജാത്തി ഹേ, ജബ് ചാന്ദ് ശാൻ സേ ഉഠതാ ഹേ, ദിൽ കി ദുനിയാ ജഗ് ജാത്തി ഹേ, കുച്ച് പതാ നഹീ ലേക്കിൻ ജരൂർ വഹ് സന്ദേശ് കുച്ച് പാതി ഹേ, ഹേ ജഗ് കേ സിർജൻഹാർ പ്രഭു തബ് യാദ് തുമാരി ആത്തി ഹേ. വീണ്ടും എന്ത് ചെയ്യുന്നു, അങ്ങയെ ഞാൻ ഓർക്കുന്നു. എപ്പോഴാണ് ഓർക്കുന്നത്? ചുപ് ചാപ് ചമക്തേ താരോം കി, എന്ത് ചെയ്യുന്നു, മിണ്ടാതെ ഒന്നും ഒരു പരാതിയുമില്ലാതെ ചമക്തേ ഷൈൻ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളുടെ എന്താണ്, മഹ്ഫിൽ മാനെ കൂട്ടം, അവരുടെ അസംബിൾ, അവരെല്ലാം കൂടെ അസംബിൾ ചെയ്ത് ഒരുമിച്ച് നിന്ന് ജബ് രാത്ത് സജാത്തി, എപ്പോഴാണോ രാത്രിയെ
അലങ്കരിക്കുന്നത്. അപ്പൊ നക്ഷത്രങ്ങൾ ആകാശത്ത് എന്ത് ചെയ്യുന്നു? അവിടെ നിശബ്ദമായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനാണ് ഇങ്ങനെ കവി പറഞ്ഞിരിക്കുന്നത്. ചുപ്ചാപ്പ് മിണ്ടാതെ എന്ത് ചെയ്യുന്നു? നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് കൂട്ടം കൂടി നിന്ന് തിളങ്ങിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? രാത്രിയെ ഡെക്കറേറ്റ് ചെയ്യുന്നു, രാത്രിയെ അലങ്കരിക്കുന്നു അല്ലേ? ജബ് ചാന്ത് ഷാൻസേ ഉടുത്താ ഹേ, അപ്പോഴോ അത് വേറെ ആരാണ് നല്ല പ്രൗഢിയോടുകൂടി വരുന്നത്? പ്രൗഢിയോടുകൂടി വരുന്നത് ചാന്ത് അല്ലേ? ചാന്ത് വരുന്നു. അപ്പൊ അത് നിലാവ് പരത്തുന്നു അല്ലേ? ദിൽക്കി ദുനിയാ ലജക് ജാത്തി ഹേ. അങ്ങനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സാകുന്ന ഒരു ലോകത്തെ എന്ത് ചെയ്യുന്നു? ലോകം എന്ത് ചെയ്യുന്നു മക്കളെ? നല്ല മനോഹരമാകുന്നു, ശോഭയോടുകൂടി തിളങ്ങുന്നു. അപ്പൊ നക്ഷത്രങ്ങളുടെയും മൂണിന്റെ നിലാവും എല്ലാം കൊണ്ട് എന്താ ചെയ്യുന്നത്? ലോകം മനോഹരമാകുന്നു. कुछ पता नहीं लेकिन जरूर वो संदेश कुछ पाती है. എനിക്കൊന്നും കുച്ച് പതാനഹിം, എനിക്കൊന്നും അറിയില്ല. ലേക്കിൻ എന്നാൽ, ജരൂർ തീർച്ചയായിട്ടും, വ സന്ദേശ കുച്ച് പാത്തിഹിം, അവ എന്താണ്? എന്തോ നല്ല സന്ദേശങ്ങളാണ് തരുന്നത്. ഇത് വല്ലാതെ എന്ത് ചെയ്യുന്നു? ദിൽക്കി ദുനിയാ ജഗാത്തി, നമ്മുടെ മനസ്സിനെ മോഹിപ്പിക്കുന്നു. വളരെ വലിയ സന്ദേശം തന്നുകൊണ്ട് ഇത് നമ്മുടെ മനസ്സിനെ വല്ലാതെ മോഹിപ്പിക്കുന്നു അല്ലേ? അപ്പോൾ രാത്രിയിൽ കാണുന്ന മനോഹരമായ കാഴ്ചയെക്കുറിച്ച് നമ്മുടെ കവി മനോഹരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? മനോഹരമായി ഈ വരികളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ കവിക്ക് എന്താ ചെയ്യുന്നത്? ഹേ ജഗ് കേ സിർജൻഹാർ, ഈ ലോകത്തിന്റെ സൃഷ്ടാവേ പ്രഭു, തബ് യാദ് തുമാരി വാത്തി ഹേ, ഞാൻ താങ്കളെ ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. എത്ര മനോഹരമായാണ് അങ്ങ് ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി എന്താ മക്കളെ പറയുന്നത് നോക്കോ. ജബ് ചം ചം ബൂന്തേം ഗിർത്തി ഹേ, ബിജലി ചം ചം കർത്തി ഹേ. जब चम चम बूंदें गिरती है, बिजली जब चम चम कर जाती है, मैदानों में वन बागों में जब हरियाली लहराती है, जब ठंडी ठंडी हवा कहीं से मस्ती ठोकर लाती है, झे जग के सृजनहार प्रभो तब याद तुम्हारी आती है. നോക്കൂ മക്കളെ, ജബ് ചം ചം ബൂന്തേ ഗിർജാത്തി ഹേ അല്ലേ? എന്ത് ചെയ്യുന്നു? ഈ ചം ബൂന്തേ എന്നൊക്കെ പറഞ്ഞത് എന്താണ്? മഴ. നിങ്ങൾ കണ്ടിട്ടുണ്ട്, പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങളെയുമാണ് ഇവിടെ കവി പറയുന്നത് അല്ലേ? ആദ്യം കവി പക്ഷികളുടെ ചിലക്കലിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം. പക്ഷികളുടെ ചിലക്കൽ അല്ലേ? പക്ഷികൾ രാവിലെ ചിലയ്ക്കുന്നത്, അതിൻ്റെ ഗാനം, പിന്നെയോ പൂക്കൾ വിരിയുന്നത്, പിന്നെ രാത്രിയിൽ ആകാശം തിളങ്ങുന്നത്, ആകാശത്ത് നക്ഷത്രങ്ങളുടെ തിളക്കം, ഇനിയിപ്പോൾ വന്നത് മഴ. പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങളുമാണ് അല്ലേ? നോക്കും, മഴത്തുള്ളികൾ ഭൂമിയിൽ എത്തുന്നത് അല്ലേ? ചം മഴയുടെ തുള്ളികളുടെ ഒരു വീഴ്ചയുടെ സൗണ്ടാണ് പറയുന്നത്. ചം ബൂന്തേ, തുള്ളികൾ എന്ത് ചെയ്യുന്നു? ഗർത്തീഹേ, താഴേക്ക് വീഴുന്നു. ബിജലി ചം കർത്തീഹേ, എന്നിട്ടോ ബിജലി അവിടെ എന്ത് ചെയ്യുന്നു? അതുപോലെ ബിജലി ചം കർത്തീഹേ, മൈതാനോമേ വൻ ഭാഗോമേ ജബ് ഹരിയാലി ലഹരാത്തീഹേ. അപ്പൊ ഇവിടെ ഈ മഴയിൽ നിന്നും എന്താണ്, മഴ പെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മൈതാനത്തിലും അതുപോലെ വൻ ജംഗലിലും ബാഗ് പൂന്തോട്ടം, ഗാർഡൻ, ബഗീച്ച പൂന്തോട്ടത്തിലൊക്കെ എന്ത് ചെയ്യുന്നു? നല്ല പച്ചപ്പ് വിരിയുന്നു അല്ലേ? മഴ പെയ്യുമ്പോൾ നമുക്ക് എന്താണ്? പുതിയ ചെറിയ ഓരോ പ്ലാന്റ്സ് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് വരുന്നു. അതോടൊപ്പം നിൽക്കുന്ന പ്ലാന്റ്സ് നല്ല പച്ചപ്പായിട്ട് മാറുന്നു അല്ലേ? അപ്പം മഴ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്ലാന്റ്സിന് ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ അതാണ് ഹരിയാലി ലഹരാത്തിഹി, അത് പച്ചപ്പ് കൊണ്ടുവരുന്നു. എന്താ പച്ചപ്പ് കൊണ്ടുവരുന്നത്? ചം ബൂന്തേം അല്ലേ? മഴത്തുള്ളികളാണ് ഇവിടെ പച്ചപ്പ് കൊണ്ടുവരുന്നത് അല്ലേ? जब ठंडी ठंडी हवा कहीं से മസ്തി ടോക്കർ ലാത്തി. ഈ മഴ പെയ്യപ്പോൾ എന്താ മക്കളെ സംഭവിക്കുന്നത്? നല്ല തണുത്ത കാറ്റടിക്കും അല്ലേ? അതാണ് ടണ്ടി തണുത്ത ഹവ, കാറ്റ് എന്ത് ചെയ്യുന്നു? കഹീംസെ, എവിടെ നിന്നോ,
മസ്തി ടോക്കർ, മസ്തി ടോന എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ഉന്മാദത്തോടു കൂടി വീശിയടിക്കുന്നു അല്ലേ? നല്ല ഉന്മാദത്തോടു കൂടി നല്ല ഉന്മാദം, ടോക്കന വഹിക്കുക, ചുമന്നുകൊണ്ട് വരിക. അതായത് നല്ല ഉന്മാദ സന്തോഷമൊക്കെ എന്ത് ചെയ്യുന്നു? വഹിച്ചുകൊണ്ട് കാറ്റ് വരുന്നു. അപ്പോൾ അവിടെയും കവി നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു? ഭംഗി, മഴയുടെ ഒരു വീഴ്ച, ഭൂമിയിലേക്ക് വീഴുന്ന മഴത്തുള്ളികളെ നന്നായിട്ടാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത് അല്ലേ? അപ്പൊ ശരിക്കും ഒരു മഴയെ കണ്ടാൽ ഒരു പക്ഷേ നാം പോലും ഇത്രയധികം ശ്രദ്ധിച്ചു എന്ന് വരില്ല. പക്ഷേ ഇവിടെ എന്താണ്? നന്നായിട്ട് കവി മഴയെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു അല്ലേ? ഇനി നോക്കൂ മക്കളെ, ഇതെല്ലാം ഇത്രയും ഭംഗി നമുക്ക് തന്ന വീണ്ടും നമ്മുടെ ജഗന്നാഥനെ, നമ്മുടെ സൃഷ്ടാവിനെ വീണ്ടും കവി വിളിക്കുകയാണ്. ഹേ ജഗ് കെ സൃജൻഹാർ, ഈ ജഗത്തിൻ്റെ സൃജൻഹാർ, സൃഷ്ടാവേ പ്രഭോ തബ് യാദ് തുമാരി ആത്തി ഹി, അങ്ങയെ ഞാൻ ഓർമ്മിക്കുന്നു. അങ്ങ് ഇത്രയും മനോഹരമായ കാഴ്ചകൾ നമുക്കായി തന്ന അങ്ങയെ ഞാൻ ഓർമ്മിക്കുന്നു അല്ലേ? ജബ് ചംചം ബൂന്ദേം ഗർത്തി ഹെ ബിജലി ചംചം കർ ജാത്തി ഹെ मैदानों में वन बागों में जब हरियाली लहराती है, जब ठंडी ठंडी हवा कहीं से मस्ती टोकर लाती है, हे जग के सृजनहार प्रभो तब याद तुम्हारी आती है. അപ്പം നന്നായിട്ട് പാഠം വായിക്കുക. സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ നോട്ട്സൊക്കെ തരുന്നുണ്ടായിരിക്കും. ടീച്ചറിന് ലാസ്റ്റിൽ ടൈം കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും പാഠങ്ങളുടെ നോട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? പാഠം നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്കൂളിൽ നിന്ന് തരുന്ന നോട്ട്സ് നന്നായിട്ട് പഠിക്കുക. പഠിച്ച് മിടുക്കരായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ക്ലാസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയ മക്കൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബെച്ചോ, ധന്യവാദം.